യൂറോ കപ്പിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ടീമായി സ്പെയിൻ. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട പോരാട്ടത്തിൽ ആതിഥേയരായ ജർമ്മനിയെ 1-2 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിന്റെ മുന്നേറ്റം. 119 മിനിറ്റിൽ മിഗേൽ മെറീനോയാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ജർമ്മൻ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത്. എക്സ്ട്രാ ടൈമിന്റെ നിശ്ചിത സമയം തീരാൻ സെക്കൻഡുകൾ ശേഷിക്കെ ഡാനി ഓൾമോയുടെ പാസിൽ നിന്ന് അതിമനോഹരമായൊരു ഹെഡറിലൂടെയായിരുന്നു മെറീനോയുടെ വിജയ ഗോൾ. തിരിച്ചടിക്കാൻ ഒരവസരം കിട്ടിയെങ്കിലും ഭാഗ്യം ജർമ്മനിക്കൊപ്പമായിരുന്നില്ല. ലോങ് വിസിലിന് തൊട്ടുമുന്നേ ജമാൽ മൂസിയാലയെ വീഴ്ത്തിയതിന് സ്പെയിനിന്റെ ഡാനി കാർവഹാലിന് റഫറി ചുവപ്പ് കാർഡ് നൽകി. ടോണി ക്രൂസിന്റെ പ്രൊഫഷണൽ ഫുട്ബോളിലെ അവസാന ഫ്രീ കിക്കോടെ ജർമ്മനി പുറത്തേക്ക്. നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. ആദ്യ പകുതി ഗോൾ രഹിതം. 51 മിനിറ്റിൽ ഡാനി ഓൾമയിലൂടെ സ്പെയിൻ മുന്നിലെത്തി. ജർമ്മൻ പ്രതിരോധ നിരയെ കീറിമുറിച്ചുള്ള ലാമിൻ യമാലിന്റെ മനോഹര പാസിൽ നിന്നായിരുന്നു പരിക്കേറ്റ പെട്രിക്ക് പകരമിറങ്ങിയ ഓൾമോ ലക്ഷ്യം കണ്ടത്. ഗോൾ തിരിച്ചടിക്കാൻ ജർമ്മനി സർവ്വതും മറന്ന് ആക്രമിച്ചു. പലപ്പോഴും ഗോളിനരികെ എത്തിയെങ്കിലും സ്പെയിൻ പിടിച്ചു നിന്നു. എന്നാൽ കളി തീരാൻ 1 മിനിറ്റുള്ളപ്പോൾ ജർമ്മനി ഒപ്പമെത്തി. ഫ്ലോറിയൻ വിർട്സ് ആയിരുന്നു ഗോൾ നേടിയത്. ജയമുറപ്പിച്ച സ്പെയിന് കളി തീരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ വീണ ഗോൾ വലിയ ആഘാതമായി. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടിയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. ഗോൾ നേടാൻ ഇരു ടീമും കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഗോൾ അകന്നു നിന്നു. ലീഡ് ഉയർത്താൻ ബ്രിറ്റ്സിന് അവസരം കിട്ടിയെങ്കിലും ലക്ഷ്യം പിഴച്ചു. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 52% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ജർമ്മനിയായിരുന്നു. 23 ഷോട്ടുകളാണ് ജർമ്മനി തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 586 പാസുകൾ 84% കൃത്യതയോടെ ജർമ്മനി പൂർത്തിയാക്കി. 18 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 576 പാസുകൾ 85% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. സെമിയിൽ സ്പെയിൻ ഫ്രാൻസ് പോർച്ചുഗൽ വിജയികളെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.